എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ 2024 മോഡൽ ബജാജ് പൾസർ 220 ഫെയറിംഗ് മോഡൽ 220F ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബോഡി ഗ്രാഫിക്സും പിന്നെ കുറച്ച് ഏകദേശം ഒരു 6ഓളം മാറ്റങ്ങൾ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് ആൾക്കാർ എന്തായാലും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രസ് ചെയ്തേക്കാം. പുതിയതായിട്ട് നമ്മുടെ കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ മോട്ടോർ സൈക്കിൾസിൻ്റെയും മെയിൻലി കമ്പ്യൂട്ടർ ബൈക്സ് ആൻഡ് നേക്കഡ് സ്പോർട്സ് ബൈക്കിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി അതിൻ്റെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ 220F എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു 20 വർഷത്തിന് മേളിലായിട്ട് നമ്മളുടെ നാട്ടിൽ, ഇന്ത്യയിൽ, അതുകൂടാതെ കേരളത്തിൽ നമ്മൾക്കിടയിൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്ത് പയറ്റി തെളിഞ്ഞൊരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഈ വർഷം 2024 കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു. നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ തുടങ്ങാം. വാഹനത്തിൻ്റെ ബോഡി ഗ്രാഫിക്സ് ഫുള്ള് ലേസർ കട്ട് ബോഡി ഗ്രാഫിക്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ അംശങ്ങൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് വൈസറിൽ തന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വൈസറിലും ആ ബോഡി ഗ്രാഫിക്സിൻ്റെ കാർബൺ ഫൈബറിൻ്റെയും ലേസർ കട്ടിൻ്റെയും, ഇതാണ് ലേസർ കട്ട് ബ്ലൂ എന്ന് പറയുന്നത്, ഇതാണ് കാർബൺ ഫൈബർ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ട് വൈസറിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഒരു എയർ ഡാം, ഒരു എന്താ പറയുക, ഫേക്ക് എയർ ഡാമിൻ്റെ ഒരു ഫിറ്റിങ്ങും വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വാഹനത്തിൻ്റെ ഫെയറിങ് നോക്കാം. ടാങ്ക് കവിള്, അതുപോലെ അല്ലെങ്കിൽ ഫെയറിങ് എന്ന് പറയാം, ഫ്രണ്ട് ഫെയറിങ് എന്ന് പറയാം. ഈ പോർഷനിലും 220 എന്നുള്ളൊരു വലിയൊരു ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് പൈലറ്റ് ലൈറ്റ്സ് ഇപ്പോഴും ഹാലജൻ ബൾബ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡിലും കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഇപ്പോഴും സെയിം ടു സെയിം ആ വലിപ്പമുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷൻ വിത്ത് ആൻറ്റി ഫ്രിക്ഷൻ ബാറാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ടയർ സൈസ് 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ തന്നെയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ABS ബ്രേക്കിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. റിയർ സൈഡിൽ RLV സെൻസറും വരുന്നുണ്ട്. അപ്പോൾ ടയർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയറിൻ്റെ സൈസ് വരുന്നത് 90-17 സീരീസിലാണ്. ഫ്രണ്ട് ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. ഇതാണ് ബ്രേക്ക് സിസ്റ്റം. അതിന് റിഫ്ലക്ടർ വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്കിൻ്റെ റിങ്, അതിൻ്റെ താഴെ ABSൻ്റെ റിങ്, ഇത്രയാണ് വരുന്നത്. അലോയ് വീൽസിൻ്റെ ഡിസൈൻ എല്ലാം തന്നെ പഴയ മോഡൽ തന്നെ. അഡീഷണൽ ആയിട്ട് ഒരു ലേസർ കട്ട് ബോഡി ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടയർ സൈസ് കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 90-17 ട്യൂബ്ലെസ് സീരീസിലുള്ള MRFൻ്റെ ടയേഴ്സാണ് കൂടുതലും ബജാജിൽ നമുക്ക് കമ്പനിക്ക് ലഭിക്കുന്നത്. പിന്നെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഈ എൻജിൻ കവൾ ഓൾറെഡി ഉണ്ടായിരുന്നു, അതുമേ ഈ ലേസർ കട്ടിൻ്റെ അതുപോലെ തന്നെ കാർബൺ ഫൈബറിൻ്റെയും ബോഡി ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വാഹനത്തിൻ്റെ ഒരു ലുക്ക് കൂടാതെ എൻജിൻ്റെ താഴ്ഭാഗങ്ങളിൽ ചെളി മണ്ണൊന്നും അടിച്ചു തരാണ്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ ഡയമെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് തന്നെ 2035 മില്ലിമീറ്റർ ആണ്. 1350 mm ആണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. ടോട്ടൽ വെയ്റ്റ് 165 കിലോയാണ് വെയ്റ്റ് വരുന്നത്. അതുകൂടാതെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 165 മില്ലിമീറ്റർ ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 15 ലിറ്ററാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ഫ്യൂൽ ടാങ്കിൽ, ടാങ്ക് പാഡിലും അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്കിൽ പുതിയ സ്റ്റിക്കർ വർക്കിലെല്ലാം തന്നെ ലേസർ കട്ട് സ്റ്റിക്കർ വർക്ക് അവൈലബിൾ ആണ്. അഡീഷണൽ ആയിട്ട് ഈ സ്വിച്ച് ക്യൂബ് മാറിയിട്ടുണ്ട്. നമ്മുടെ N സീരീസിൽ N160 N150 വരുന്ന സെയിം ടു സെയിം സ്വിച്ച് ക്യൂബ് ഇപ്പോൾ 220 വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ എൻജിൻ കട്ട് ഓഫും സെൽഫിൻ്റെ സ്വിച്ചും വരുന്നത്. അതിനെല്ലാം ഉള്ളിലും ഇപ്പോഴും നമ്മുടെ ആ വൈറ്റ് കളർ ലൈറ്റ് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ മീറ്റർ അപ്പാടി മാറിയിട്ടുണ്ട്. ഫുൾ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. അതിന് USB മൊബൈൽ ചാർജ് ചെയ്യാനുള്ള കണക്ടിവിറ്റി ഉണ്ട്. കൂടാതെ ബ്ലൂടൂത്ത് വഴി ഫോൺ കണക്ട് ചെയ്താൽ നാവിഗേഷൻ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഈ മീറ്റർ ഡിസ്പ്ലേയിൽ കാണുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് അതിന് ലാസ്റ്റ് കാണിച്ചു തരാം നാവിഗേഷൻ എവിടെയാണ് വരുന്നതെന്ന്. ഈ സ്വിച്ച് ക്യൂബിലെ ഈ M എന്ന് പറഞ്ഞ ബട്ടണാണ് നമ്മുടെ ഈ ഡിജിറ്റൽ മീറ്ററിൽ കാര്യങ്ങൾ ടോഗിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ താഴെ കാര്യങ്ങൾ ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടു, സെറ്റിങ്സ് ആയി. IFE എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി, അത് റണ്ണിങ്ങിലുള്ള മൈലേജ് കാണിക്കും. ട്രിപ്പ് ചെയ്യാൻ IFE കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കും. പിന്നെ ഇതിൽ വാർണിങ്സ് കത്തി കിടക്കും, നമുക്ക് അതിലേക്ക് പോവാം. കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, ഞാൻ ഒന്നുകൂടി കാണിച്ചു. റൈറ്റ് സൈഡിൽ ആ ഒരു റിങ് തെളിയുന്നുണ്ട്, അതാണ് നാവിഗേഷൻ്റെ സിമ്പിൾസ് കാണിക്കുക. അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ബ്ലൂടൂത്തിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണിക്കുക. അത് നമ്മൾ കണക്ട് ചെയ്യുന്നതിൽ കോള്, SMS, അതുകൂടാതെ മിസ് കോളിൻ്റെ അലർട്ടെല്ലാം നമുക്ക് ഫോണിൽ വരുന്നത് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വണ്ടിയിൽ മീറ്ററിൽ കാണിച്ചു തരുന്നതാണ്. 220 സീറ്റിൻ്റെ ഹൈറ്റ് വന്ന് 765 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു 5 അടി 2 ഇഞ്ചിന് മേളിൽ പൊക്കമുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് വണ്ടിയിൽ കയറിയിരിക്കാനും വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറക്കാനും ഓടിച്ചു നടക്കാനൊക്കെ പറ്റുന്നതാണ്. സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ബാക്ക് സൈഡിൽ ഗ്രാബറെല്ലാം വരുന്നത്. എഞ്ചിൻ ടെക്നോളജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സെയിം ടു സെയിം DTS ടെക്നോളജി തന്നെയാണ്. 2 സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ടുള്ള DTS ടെക്നോളജിയാണ് ഇപ്പോഴും വരുന്നത്. വാഹനത്തിൻ്റെ ടോട്ടൽ എൻജിൻ കപ്പാസിറ്റി CC വരുന്നത് 220 ആണ്. മാക്സിമം പവർ നമുക്ക് 20 bhp പവർ കിട്ടുന്നുണ്ട്. 18 Nm ടോർക്ക് വരുന്നുണ്ട്. ടോപ്പ് സ്പീഡ് 134 km/h ആണ്. 220 cc ആണ്. നിങ്ങളൊരു 40-42 മൈലേജൊക്കെ നമുക്ക്
കറതീർത്ത് കിട്ടുന്നതാണ്. 5 സ്പീഡ് ഗിയറാണ് വരുന്നത്. ഇതൊക്കെയാണ് എഞ്ചിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. വാഹനത്തിന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വാഹനത്തിന് ഇൻബിൽഡ് ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. പിന്നെ ഹോൺ വരുന്നത് ഡ്യുവൽ ഹോണാണ് വരുന്നത്. 2 ഹോൺ വരുന്നുണ്ട്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഹോൺ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആവത്തുള്ളൂ. എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. മെയിൻ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഫുഡ് റെസ്റ്റ് രണ്ടും റബ്ബർ മൗണ്ടർ ഫുഡ് റെസ്റ്റാണ് വരുന്നത്. മുകളിലെ ഭാഗം റബ്ബറായിരിക്കും. ചെയിൻ കവർ ഓപ്പൺ ചെയിൻ കവറാണ്. അതുകൂടാതെ ഇതിൻ്റെ ചെയിനൊരു പ്രത്യേകതയുണ്ട്. ചെയിൻ ഓറിങ്ങുള്ള ചെയിനാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സ്പീഡിൽ ഓടിക്കാനും പറ്റും. മെയിൻ്റനൻസും കുറച്ച് കുറവായിരിക്കും. എന്നാൽ തന്നെയും ലൂബൊക്കെ മേടിച്ച് വെച്ചാൽ ബെറ്റർ ആയിരിക്കും. വാഹനത്തിൻ്റെ സീറ്റ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു. സ്പ്ലിറ്റ് സീറ്റാണ് 765 mm അതിൻ്റെ ക്ലിയറൻസ് വരുന്നത്. ടെയിൽ ലൈറ്റ് നമ്മുടെ സെയിം ടു സെയിം പഴയ മോഡലിൽ തന്നെ ഇപ്പോഴും വരുന്നത് LED ടെയിൽ ലൈറ്റ്സ് ആണ് വരുന്നത്. മൾട്ടിപ്പിൾ LEDs ആണ്. റിയർ സൈഡ് ആയിക്കോട്ടെ ഫ്രണ്ട് ആയിക്കോട്ടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഫ്ലെക്സിബിളാണ്. ടയർ സൈസ് 17 ഇഞ്ച് സീരീസ് തന്നെയാണ്. ബാക്ക് സൈഡ് 1 ഉള്ള ടയറാണ്. 120/80/17 ട്യൂബ്ലെസ് ടയർ കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും MRFൻ്റെ ടയർ തന്നെയാണ് കിട്ടുന്നത്. റിയർ സൈഡ് 280 mm ഡിസ്ക് 270 mm ആണ് ഡിസ്ക് വരുന്നത്. ABSൻ്റെ റിംഗ് അല്ല ബാക്കിൽ കാണുന്നത്, അത് RLV സെൻസറാണ്. നമുക്ക് ഫ്രണ്ടിൽ മാത്രം സിംഗിൾ ചാനൽ ABS ആണ് കമ്പനി തരുന്നത്. റിയർ സൈഡും നമുക്ക് സസ്പെൻഷൻ വരുന്നത് നൈട്രോക്സിൻ്റെ സസ്പെൻഷനാണ്. എയർ ഫിൽറ്ററാണ്. എൻഡ്യൂറൻസ് ബ്രാൻഡിൻ്റെ സസ്പെൻഷനാണ് നമുക്ക് റിയർ സൈഡ് വരുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള സൈലൻസർ, ഈ 2 കെട്ട് പോലെ കിടക്കുന്നുണ്ട്. അതാണ് നമുക്ക് 220യുടെ സൈലൻസർ എന്ന് പറയുന്നതിൻ്റെ ഒരു എടുത്ത് പറയുന്ന ഒരു അടയാളം. ആ സൈലൻസറിന് വരുന്ന 2 ബ്രാൻഡിങ്. അതിലിപ്പോൾ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റിങ് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ബ്രേക്ക് ലിവർ വരുന്നത്. ഓൾഡ് മോഡൽ തന്നെയാണ്. കിക്കറൊന്നും വണ്ടിയിൽ വരുന്നില്ല ഇപ്പോഴും. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ മോഡൽ 220യുടെ വിശേഷങ്ങൾ. ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ്റെ നോയ്സ് കൂടി ഒന്ന് കേൾക്കാം. പിന്നെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കത്തണമെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടായാൽ മാത്രമേ പറ്റുള്ളൂ. അത് ചില മോഡൽസിന് ഓൾറെഡി ഇനീഷ്യൽ സ്റ്റാർട്ടായാൽ ഓണായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വ്യത്യാസം നിൽക്കുന്നു കാണിച്ചു തന്നാണ്. അതാണ് വാഹനത്തിൻ്റെ സൗണ്ട് വരുന്നത്. എഞ്ചിൻ്റെ ശബ്ദം വരുന്നത് ഇങ്ങനെയാണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള അതുപോലെ പവർഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പവർ മെഷീൻ തന്നെയാണ് 220 എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എനിക്കൊണ്ട് 2010-11 എടുത്ത ആൾക്കാർ ഇപ്പോഴും വണ്ടി കൊണ്ടു നടക്കുന്നുണ്ട്. അത് വാഹനത്തിൻ്റെ പെർഫോമൻസും ആ ഒരു കംഫർട്ടും കൊണ്ട് തന്നെയാണ്. ഇനി എക്സോസിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കും. നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു എക്സോസ് സൗണ്ട് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആ ഒരു നമ്മുടെ 2012-2011 കാലത്തിന് കുറച്ചുകൂടി പതുങ്ങിയിട്ടുണ്ട് സൗണ്ട്. എന്നാലും നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഇപ്പോഴും വാഹനത്തിന് ലഭിക്കുന്നത്. അപ്പോൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിന് ഇപ്പോൾ ഓൺ റോഡ് ഏകദേശം 1,84,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട് ഓൺ റോഡ്. നിങ്ങളുടെ ഒരു 25 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 രൂപ 25 രൂപ റേഞ്ച് ഡൗൺ പേയ്മെൻറ്റ് അടക്കാനുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ലോൺ ഇട്ട് ഇറക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ JKV ബജാജിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും അവരെ വിളിക്കുക. ലോൺ ആയിക്കോട്ടെ, എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നല്ലൊരു ഹെൽപ്പ് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂസ് എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് മെമ്പർ ആയിക്കോളൂ. അത് ഫുൾ ഫ്രീ ആണ്. ഇപ്പോൾ തന്നെ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.